अस्सलाम वालेकुम, വെൽക്കം ടു സൂസ് പെപ്പി ക്യാൻഡി. ഇന്നത്തെ ഡിഷ് നമ്മൾ നോമ്പ് അവസാനിക്കുമ്പോൾ കാണിക്കാനുള്ളതല്ല കേട്ടോ. ശരിക്കും നോമ്പിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കാനുള്ളതായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി. അത് കാരണം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും നോമ്പ് സമയത്ത് ഉണ്ടാക്കാറുള്ളൊരു ഡ്രിങ്കാണ് സെമോളിന ഡ്രിങ്ക് അഥവാ തരിക്കഞ്ഞി. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 കപ്പ് റവക്കഞ്ഞി. അത് 1 കപ്പ് റവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് റവ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റവ. ഞാൻ പിന്നീട് റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാത്രത്തിനടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. റവ പെട്ടെന്ന് കുക്കാവും. അത് കാരണം തന്നെ അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്നതിനൊരു 5 മിനിറ്റ് മുമ്പ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. കുക്കായി വരുമ്പോൾ ഇതൊന്ന് കുറുകി വരും. ഈ ഒരു സമയത്ത് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പാലൊന്ന് തിളച്ച് വരണം. ആ ഒരു സമയത്ത് ഒരു നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ മറക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ പാത്രത്തിനടിയിൽ പിടിക്കും. ഒരു നുള്ള് തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടിപ്പോരുത്. ഉപ്പ് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ ഞാൻ ഉപ്പ് ഇടുന്നത്. ഇനി നമുക്ക് റവക്കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. തീർന്നിട്ടില്ല, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യ് ഒന്ന് ചൂടാക്കുക. അതിനകത്തേക്ക് നമുക്ക് 1 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഉള്ളിയാണ് ഇതിന് ശരിക്കും ടേസ്റ്റ് കൊടുക്കുന്നത്. ഉള്ളി മാത്രമായാലും മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഉള്ളി മാത്രം എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഗീ ആഡ് ചെയ്യാം, പക്ഷേ ഞാനിവിടെ ഗീ എടുത്തിട്ടില്ല, ഉള്ളി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റവക്കഞ്ഞി ഓൾറെഡി ആയതിനകത്തേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടെ, മൂപ്പിച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. റവക്കഞ്ഞി ഇരിക്കുന്തോറും ഒന്ന് തിക്കായി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചൂടുപാലോ ചൂടുവെള്ളം ഒഴിച്ച് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് ആക്കിയെടുക്കുക. എനിക്ക് ഇത്തിരി ലൂസായിട്ടുള്ളൊരു റവക്കഞ്ഞിയാണ് ഇഷ്ടം. നമ്മൾ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു സെമോളിന ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ഇൻ ദ വീഡിയോ. ബൈ.